സാർ നമസ്കാരം. നമസ്കാരം. കറുത്ത തോക്കിൻ കുഴലുകൾക്ക് പുരുഷബീജം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ വെച്ച് ചുരുങ്ങിയത് ഒരു 16 തവണയെങ്കിലും പ്രസവിച്ചേനെ. കേരളം കണ്ട ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ നേതാവ് എന്ന് ഇപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന KR ഗൗരി അമ്മയുടെ ഒരു പ്രസംഗത്തിലെ വാക്കുകളാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അവർ നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ആ പ്രസംഗത്തിൽ അടങ്ങിയിരുന്നത്. അത്രത്തോളം അവർ ജയിലറകളിൽ വെച്ച് പോലീസിൻ്റെ ക്രൂരമായ പീഡനത്തിനിരയായിരുന്നു എന്ന് പറയുമ്പോൾ, കറുത്ത തോക്കിൻ കുഴലുകൾക്ക് പുരുഷബീജത്തെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ 16 തവണ പ്രസവിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അക്ഷരാർത്ഥത്തിൽ അവിടെ നടന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്രത്തോളം സമര പോരാട്ട വീര്യങ്ങൾ പേറിക്കൊണ്ട് ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നായികയായി ഉയർന്നു വന്ന നേതാവ് തന്നെയാണ് KR ഗൗരിയമ്മ. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി നാട് ഭരിക്കും എന്നൊരു മുദ്രാവാക്യം ഇടയ്ക്ക് ഉയർന്നു കേട്ടെങ്കിലും വിധി വൈപരീത്യത്താൽ KR ഗൗരിയമ്മയ്ക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ സാധിച്ചില്ല. അതാണ് രാഷ്ട്രീയത്തിനുള്ളിലെ രാഷ്ട്രീയം. എന്തായാലും അങ്ങോട്ടേക്ക് നമ്മൾ കിടക്കുന്നില്ല. അപ്പം അത്രത്തോളം ധിഷ്ണാശാലിയായ, വിപ്ലവകാരിയായ, കാര്യക്ഷമതയുള്ള, രാഷ്ട്രീയ അവബോധമുള്ള, നിയമബോധമുള്ള ഒരു വനിത കേരളത്തിലുണ്ടായിരുന്നു എന്ന് EMSനൊപ്പം നിൽക്കാവുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അപ്പോസ്തലന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തലമുതിർന്ന പുരുഷ നേതാക്കന്മാർക്കൊപ്പം നിർത്തി നമുക്ക് എടുത്തു പറയാമായിരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു KR ഗൗരിയമ്മ. പിൽക്കാലത്ത് KR ഗൗരിയമ്മയുടെ പാത പിൻപറ്റി ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലുമെല്ലാം ധാരാളം വനിതാ നേതാക്കന്മാർ ഉയർന്നു വരികയുണ്ടായി. പറഞ്ഞു വരുന്നത്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും നേതാക്കന്മാരായിരുന്ന, മന്ത്രിമാരായിരുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഭാര്യമാർ മത്സരിക്കുന്ന കാഴ്ച നാം കണ്ടു. അവരിൽ പലരും ദയനീയമായി പരാജയപ്പെടുന്നതും പലരും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി പ്രതീക്ഷിക്കാത്ത നിലയിൽ ജയിച്ച് നിയമസഭയിലേക്ക് വരുന്നതും നമ്മൾ കണ്ടു, മന്ത്രിമാരാകുന്നതും കണ്ടു. ഇവിടെ ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന 1-2 കാര്യം. തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന PK ശ്യാമള, മുൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ്റെ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റെ പാർട്ടിയുടെ താത്വിക മുഖത്തിൻ്റെ, ആചാര്യ മുഖത്തിൻ്റെ പുതിയ വിശേഷിപ്പ്, പതിപ്പെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന MV ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമള തളിപ്പറമ്പിൽ 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇതിലൂടെ കേരളത്തിന് TK ഗോവിന്ദൻ എന്നൊരു MLA കൂടിയാണ് കിട്ടിയത്. കാരണം PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തളിപ്പറമ്പിലും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലുമെല്ലാം ശക്തമായ പ്രതിഷേധം ഉയർന്നു. എങ്കിലും പിണറായി വിജയനും MV ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ ശ്യാമളയെ പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല. ശ്യാമളയെ തന്നെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചു. റിബൽ സ്ഥാനാർത്ഥിയായി CPMൽ 50 വർഷത്തെ പാരമ്പര്യമുള്ള TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ മത്സരിച്ചു. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു. ശ്യാമള തോറ്റു. ഇതുപോലെ തന്നെയായിരുന്നു മുൻ LDF കൺവീനറായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ LDF കൺവീനർ സ്ഥാനത്തേക്ക് എത്തിയ പിണറായി വിജയൻ്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെട്ടിരുന്ന വിജയരാഘവൻ്റെ ഭാര്യയായ മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന R ബിന്ദു. അവരും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ UDFലേക്ക് വരുമ്പോഴാകട്ടെ, മൺമറഞ്ഞ PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ് ഒരു അപകടത്തിന് ശേഷം വീണ്ടും തൃക്കാക്കര മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വീണ്ടും എത്തുമ്പോൾ, കഴിഞ്ഞ തവണ അവർ നേടിയ 25,000 ഭൂരിപക്ഷത്തിനേക്കാൾ മികച്ച തരത്തിലുള്ള ഒരു ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സമാനമായ രീതിയിൽ പറയുമ്പോൾ പാലക്കാട് MP ആയ ശ്രീകണ്ഠൻ്റെ ഭാര്യ തുളസി തിരഞ്ഞെടുക്കപ്പെടുന്നതും അവരും ഈ പറഞ്ഞ പോലെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇവിടെ KR ഗൗരിയമ്മ മുതൽ ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ, അതുപോലെ തന്നെ PP ദിവ്യ, ആ ഗണത്തിൽപ്പെടുത്താവുന്ന ചിന്തോ ജെറോം എന്നുള്ള ഒരുപിടി നേതാക്കന്മാരെ എടുത്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ, CPMലെ വനിതാ നേതാക്കന്മാർക്ക് ഗൗരി അമ്മയുടെ രാഷ്ട്രീയ പാത അവർക്ക് നഷ്ടമാകുന്നു, രാഷ്ട്രീയ ആദർശം നഷ്ടമാകുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ജനം കൃത്യമായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തിയിരിക്കുന്നു. ആരെ ജയിപ്പിക്കണം എന്നുള്ളതല്ല. TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ വീണ്ടും KK രമ UDFൻ്റെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട് അസംബ്ലിയിൽ വന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ
നോക്കിക്കാണേണ്ട കാര്യം, ജനം പ്രബുദ്ധരായിരിക്കുന്നു. മുൻപേ പോയവൻ എങ്ങനെ ചൊല്ലി അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് വിളിക്കാൻ CPM അണികൾ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ തയ്യാറല്ല. ഇവിടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരും പരാജയപ്പെട്ട ആളുകളും തമ്മിൽ, വനിതാ നേതാക്കൾ തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തുക എന്നുള്ളതിൻ്റെ ഉദ്ദേശമല്ല. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ജനത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പിലുള്ള വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ കൂടുതൽ ആലോചിക്കുന്നതിന് മുമ്പ് CPMൽ സംഘടനാപരമായി എൻ്റെ പ്രവർത്തന രംഗത്ത് വന്നിരിക്കുന്ന കലാകാലങ്ങളിലായി വന്നിരിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കേഡർമാരുടെ വർഗ സ്വഭാവം. നമ്മളങ്ങനെ എടുക്കുന്നില്ല, കേഡർമാരുടെ സ്വഭാവം എന്ന് എടുക്കുന്നുള്ളൂ. വർഗ സ്വഭാവം ഉണ്ടോയെന്നറിയില്ല. പക്ഷേ ഈ വർഗ സ്വഭാവം ഒരു കാലത്ത് കർഷക തൊഴിലാളി, ചെത്തൊഴിലാളി വിഭാഗങ്ങളായിരുന്നു CPMൻ്റെ അടിത്തറയെങ്കിൽ വീണ്ടും അത് ചുമട്ടുതൊഴിലാളിയായി, DYFI ആയി, സർവീസ് സംഘടനകളായി, അങ്ങനെ മാറി പോവുകയാണ്. ഈ മാറ്റത്തിനിടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൈമോശം വന്നത് മറ്റൊന്നുമായിരുന്നില്ല, വർഗബോധം തന്നെയാണ് കൈമോശം വന്നത്. ഇതിനെ നികത്താനായിട്ട് ഒരുപക്ഷെ കേരളത്തിലെ ഒരു സംഘടനയ്ക്കും, ഇന്ത്യയിൽ തന്നെ ഒരു സംഘടനയ്ക്കും ഇല്ലാത്ത രീതിയിൽ പല തരത്തിലുള്ള വിഭാഗത്തിൽ നിന്നുള്ള കേഡേഴ്സിനെ CPMന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റി. അതായത് CPM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ DYFI, SFI ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട, NGO നമ്മൾ കൂട്ടുന്നില്ല, പ്രധാനപ്പെട്ട കേഡേഴ്സ് വനിതാ വിഭാഗമായിരുന്നു. അവിടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയായിരുന്നു. അന്തർദേശീയ സെമിനാറുകൾ നടത്തും, ലോകത്തെ എന്ത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കും, ലോക സമാധാനത്തിന് വേണ്ടി പ്രകടനം നടത്തും. ഇപ്പോൾ പുടിനും സെലൻസ്കിയായിട്ടുള്ള ചർച്ച നാളെ തീർക്കണമെന്ന് ആവശ്യപ്പെടും. ഇതിനെല്ലാം തയ്യാറായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സഹാക്കളുണ്ടായിരുന്നു. അപ്പോൾ TNCMയൊക്കെ രാജ്യസഭാ മെമ്പറായിപ്പോയി. പിന്നെ മിച്ചം അവശേഷിക്കുന്നത് ഇവരുടെ ഒരു തലമുറ, ശ്രീമതി ലതിക, KK ലതിക, സതീദേവി, ഇവരുടെ തലമുറയ്ക്ക് ശേഷം KK ശൈലജ, ഇവരുടെ തലമുറയ്ക്ക് ശേഷം ആ കൊടി പിടിക്കാൻ വന്നിരിക്കുന്നവരുടെ പേര് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവാണ്. ഉറക്കത്തിൽ പോലും പേര് കേട്ടാൽ ഞെട്ടിപ്പോവും. ഒന്ന് PP ദിവ്യ, ആരാണെന്നറിയാമല്ലോ? അതെ, ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ആത്മാവ് ഏതെങ്കിലും മാവിലോ കമ്പയിലോ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ വിളിച്ച് പറയും, ഇവളെ സൂക്ഷിക്കണം എന്ന് ദിവ്യ നടന്നു പോകുമ്പോൾ പറയും. ദിവ്യയുടെ ദേഹത്തടിച്ചിരുന്ന കാറ്റിന് പോലും ആ ശബ്ദം മൂളൽ. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരേ ഒരു പ്രതി PP ദിവ്യയാണ്. അപ്പോൾ PP ദിവ്യയുടെ നമുക്കറിയാം. പിന്നെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ആന്തൂർ സോജനുവിൻ്റെ വീട്ടിലും ഇതുപോലെ ഉണ്ടാവും. സോജൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് PK ശ്യാമളയുടെ ശ്യാമള എന്നത് ആരാ? ഗോവിന്ദൻ്റെ ഭാര്യയാണ്. സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ്റെ ഭാര്യയാണ്. അപ്പോൾ 2 ഗോവിന്ദന്മാരുണ്ട്. ഒന്ന് MV ഗോവിന്ദനും, 2 TK ഗോവിന്ദനും. MV ഗോവിന്ദൻ എന്ന് പറയുന്നത് സ്വർണം പൂശി എന്ന് പറഞ്ഞത് അത് മാറ്റിക്കഴിഞ്ഞപ്പോഴും ചെമ്പ് പോലെ തെളിഞ്ഞു വന്ന ഗോവിന്ദൻ. മറ്റേത് സ്വർണം പൂശിയെന്നാരും അവകാശപ്പെട്ടില്ല. സാധാരണ സ്വർണം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് സ്വർണ്ണത്തിളക്കത്തോടെ ഇന്നും തളിപ്പറമ്പിലെയും കേരളത്തിലെയും ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന TK ഗോവിന്ദൻ. അപ്പോൾ ഇവരെയൊക്കെ നയിച്ചിരുന്നത്. സാറേ, ഞാനൊന്ന് ഇടപെട്ട് സംസാരിച്ചോട്ടെ. ഒരുപക്ഷെ PK ശ്യാമള എന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ TK ഗോവിന്ദനെ പോലുള്ളൊരു നിയമസഭാ സാമാജികനെ കേരളത്തിന് സംഭാവന ചെയ്തു എന്നുള്ളതൊന്ന് തിരുത്തി പറയട്ടെ. അത് ഉറപ്പായിട്ടും അവരുടെ സംഭാവന ചെറുതല്ല. PK ശ്യാമള കാരണക്കാരിയായി. മാത്രമല്ല, ഇങ്ങേര് മത്സരിക്കാൻ വോട്ട് ചെയ്യാനായിട്ട് മൗലികമായ ഒരു പൗരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ ജനാധിപത്യാവകാശം വിനിയോഗിക്കാനായിട്ട് പോളിംഗ് ബൂത്തിൽ ചെന്നപ്പം അട്ടഹസിച്ച് കൂവി വിളിച്ച് അവരെ ഭാര്യയും ഭർത്താവിനെയും TK ഗോവിന്ദനെയും ഭാര്യയോട് ഓടിക്കാൻ നോക്കിയവരാണ് ഇവർ. അതെ. അപ്പോൾ ഇവരുടെ സംസ്കാരം എന്താ എന്നുള്ള കൃത്യമായി ഈ വനിതാ സഹാക്കളുടെയെങ്കിലും സംസ്കാരം എന്തെന്നുള്ളത് മനസ്സിലാവുകയാണ്. കാരണം കറക്റ്റീവ് ഫോഴ്സായിട്ട് വരേണ്ട വനിതകൾ നേരെ മറിച്ച് ഈ എല്ലാ ആഭാസതരത്തിനും, മറ്റേ യദു എന്ന് പറഞ്ഞ പയ്യനോട് ആര്യരാജേന്ദ്രൻ പെരുമാറും നമ്മൾ കണ്ടതല്ലേ സാർ? ഇവിടെ എല്ലാവരും സാർ പറഞ്ഞതാണ് എൻ്റെ പോയിന്റ്. ഇവർ അതായത് നമ്മൾ ശ്രീമതി ടീച്ചറിന് ശേഷമോ ശൈലജ ടീച്ചറിന് ശേഷമോ ഒക്കെയുള്ള KR ഗൗരിയമ്മയെ നമ്മൾ മാറ്റി നിർത്തുന്നു. അവരായിട്ട് ഒരിക്കലും സുശീല ഗോപാലൻ അവരെയൊക്കെ മാറ്റി നിർത്തുന്നു. അതിനുശേഷം വന്നപ്പോൾ ശൈലജ ടീച്ചർ KK ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറിനെയൊക്കെ മാറ്റി നിർത്തിയാൽ അതിനുശേഷം വന്ന ഈ യുവ പ്രതിഭകൾ, അതായത് ഈ CPIയുടെ DYFIയിൽ നിന്ന് ഉയർന്നു വന്ന യുവ പ്രതിഭകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ KK ശൈലജയ്ക്കെതിരെ അല്ലെങ്കിൽ ശ്രീമതി ടീച്ചർക്കെതിരെയോ അല്ലെങ്കിൽ അതുപോലെ KR ഗൗരിയമ്മയ്ക്കെതിരെ ഉണ്ടായിരുന്ന കേസുകൾ രാഷ്ട്രീയമായ കേസുകളായിരുന്നു. രാഷ്ട്രീയ കേസുകൾ
കേസുകളിലാണ് ഇവരെല്ലാം കക്ഷിയാവുകയോ പ്രതിയാവുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ സാർ പറഞ്ഞ പോലെ യദു എന്ന ഒരു പാവപ്പെട്ട KSRTC ഡ്രൈവറുമായി ഈ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറുമായി ഉണ്ടായ കേസ്, അവർ അന്ന് ചെയ്ത ശുദ്ധ വിവരക്കേടിൻ്റെ ആ ഒരു ഫലം തന്നെയാണ് പിന്നീട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അതിൽ സച്ചിൻ ദേവ് MLA, ഇവരുടെ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ സച്ചിൻ ദേവ് MLAയ്ക്കും വലിയ വില കൊടുക്കേണ്ടതായി വന്നു. പിന്നെ നമ്മൾ കാണുന്നത് രാഷ്ട്രീയപരമല്ലാത്തൊരു കാര്യത്തിൽ വിവാദമുണ്ടാക്കിയ ആളാണ് ചിന്താ ജെറോം. അതായത് ചെങ്ങമ്പുഴയുടെ വാഴക്കുല കൊണ്ട് വൈലോപ്പള്ളിയുടെ വളപ്പിൽ നട്ടുപിടിപ്പിച്ച് ഡോക്ടറേറ്റ് നേടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ചിന്താ ജെറോമിനെ. അതിൽ അവരെ മാത്രം കുറ്റം പറയേണ്ട, അത് അവരുടെ ഗുരുക്കന്മാരുണ്ട്. സുനിൽ P. ഇളയിടം തൊട്ട് റഹീം തൊട്ട് എല്ലാവരും ഡോക്ടറേറ്റ് മേടിച്ചിരിക്കുന്നത് ഏറെക്കുറെ സമാനമായ രീതിയിലാണ്. അതെ, അപ്പോൾ അത്തരം അരാഷ്ട്രീയമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരെ നമ്മൾ കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിരോധികൾ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളല്ല, എല്ലാം കൃത്യമായി തന്നെ. ഇപ്പം നമ്മുടെ പോലും ആർക്കൈവ്സിൽ ഇതുണ്ട്, എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ആർക്കൈവ്സിൽ ഇതുണ്ട്. കാരണം ആര്യ രാജേന്ദ്രൻ പരസ്യമായി യദു എന്ന ഡ്രൈവറുടെ വാഹനത്തിന്, KSRTC ബസ്സിൻ്റെ വാഹനത്തിന് മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പരിസരത്ത് വെച്ച് ഈ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ച കാറ് റോഡിൽ മാർഗ്ഗ തടസ്സം നിർത്തി കൊണ്ടുവന്നിട്ട് യദുവിനെ വഴക്ക് പറയുന്നതും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നതെല്ലാം ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഉദാത്തമായ മാതൃകയാണ് അന്ന് അവരുടെ കാണിച്ചത്. അതിൽ CPMനുണ്ടായ ഡാമേജ് ചെറുതല്ല. പിന്നീട് അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CPMന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഭരണം BJP പിടിച്ചെടുത്തു എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിന് മൂക്കിന് താഴെയുള്ള മണ്ഡലത്തിൽ കോർപ്പറേഷൻ BJP ഭരിക്കുന്നു എന്ന് പറയുന്നത് പിണറായി വിജയൻ 2 തവണ കേരളം ഭരിച്ചപ്പോൾ ഉണ്ടാവാത്ത ഏറ്റവും വലിയ നാണക്കേട് തന്നെയായിരുന്നു അത്. അപ്പോൾ ഇതുപോലെ സംശുദ്ധമായ രാഷ്ട്രീയത്തിലൂടെ, വിപ്ലവാത്മകമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന, അല്ലെങ്കിൽ ആ വിപ്ലവ തീജ്വാലകൾ നെഞ്ചിലേറ്റി ചുവന്ന ചെങ്കൊടി പ്രയോഗം തെറ്റാണ്, ചെങ്കൊടി നെഞ്ചിലും കയ്യിലും ഏന്തി രംഗത്തേക്ക് വന്ന KR ഗൗരിയമ്മയെ പോലെ, സുശീല ഗോപാലിനെ പോലെ, അതിനുശേഷം PK ശ്രീമതിയെ പോലെ, K ശൈലജ ടീച്ചറെ പോലെ നിരവധി വനിതകളെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കുക. അപ്പോൾ അവരുടെ ഒരു പരമ്പരയായി പിന്നീട് പിൽക്കാലത്തേക്ക് കേരളം ഇടതുപക്ഷത്തിൽ നിന്ന് ഈടുവെച്ച വനിതാ നേതാക്കന്മാർക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പാതയിൽ നിന്ന് അപഭ്രംശം സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ UDFൻ്റെ നേതാക്കന്മാരായിരുന്ന PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ് തിരഞ്ഞെടുക്കപ്പെടുകയും അതുപോലെ ശ്രീകണ്ഠൻ്റെ ഭാര്യ തുളസി തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒത്താശയോട് കൂടിയാണ് എന്നുള്ളത് പറയാൻ ഒരിക്കലും സാധിക്കില്ലല്ലോ. അല്ല, വനിതാ സഖാക്കൾക്ക് ഇപ്പോൾ പറ്റിയിരിക്കുന്ന കുഴപ്പം, ഇപ്പോൾ പിണറായി വിജയൻ്റെ കാലമായപ്പോഴത്തേക്ക് പൂർണ്ണമായി അധികാരത്തിലിരിക്കുന്നവർക്ക് കാരണഭൂതൻ്റെ സ്തുതിപ്പാടുകളും തിരുവാതിരകളിയൊക്കെ ആയിട്ട് നടന്ന് അവരെ പൂജിച്ച് അവരെ ഭജിച്ച് അവരിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച ദക്ഷിണ മേടിച്ച് വളരുന്ന അണികളായിട്ട്, മുദ്രാവാക്യം വിളിക്കുന്ന അണികളായിട്ട് ഈ സ്ത്രീകൾ മാറി എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ സ്ത്രീകൾ അങ്ങനെയല്ല. അപ്പോൾ കാര്യം നമ്മൾ ഏതെല്ലാം കോൺഗ്രസിനെ കുറ്റം പറയും, കോൺഗ്രസിലുണ്ടായിരുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. ആനി മസ്ക്രീൻ വിമാന സമരകാലത്തുണ്ട്. സമരം തെറ്റോ ശരിയോ എന്നുള്ളതല്ല, പോരാടുന്നവരുണ്ടായിരുന്നു. ഇന്ന് നേരെ മറിച്ച് പോരാടുന്നതിന് പകരം ഞാൻ ആ വാക്ക് വെട്ടിക്കളഞ്ഞിട്ട് പിണറായി വിജയനോ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്ന ഒരു വാക്ക് അവിടെ ചേർത്തുകൊള്ളുക. പോരാടുന്നതിന് പകരം സ്വന്തം കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പറ്റം നേതാക്കൾ, കുഴലൂത്തുകാരായി സ്തുതിപാഠകരായി മാറിയിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പാർട്ടി ഇനി രക്ഷപ്പെടുകയില്ല. നമുക്ക് ഒരാൾ ഇന്ന് ഉറക്കത്തിൽ വിളിച്ച് ചോദിക്കുക, CPMന് കേരളത്തിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോ ചാൻസ് എന്ന് പറയുമ്പം ഇവരുടെ എല്ലാ മുഖം നമ്മുടെ മനസ്സിൽ. അവിടെ ഒരു കാര്യം കൂടി എടുത്ത് പറയാം. കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് KEനെ പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകന്മാരെന്നൊക്കെ പറയുന്ന ആളുകൾ ഞെട്ടിക്കുന്ന ചില പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ FB കുറിപ്പിലൂടെ. KEN പറഞ്ഞതാവട്ടെ, ഖിലാഫത്ത് പ്രസ്ഥാനം പോലുള്ള, ഖിലാഫത്തൊന്നും അദ്ദേഹം എടുത്ത് പറഞ്ഞില്ല, ജിഹാദ്, ഇസ്ലാം വിഭാഗത്തിലുള്ള ജിഹാദികളുടേതിന് സമാനമായ രീതിയിലുള്ള ഒരു പരിവർത്തനം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ വേണം. അതിന് ഇസ്ലാമിസ്റ്റുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ജിഹാദാണ് ഇവിടെ ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇനി അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്ന് KEൻ്റെ ഒരു FB പോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഭാഷയിലും ഒക്കെ ചിലപ്പോൾ വ്യത്യാസമുണ്ടാകാം, അദ്ദേഹത്തിൻ്റെ എഴുത്ത് അങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ആശയം ഇത് തന്നെയായിരുന്നു.
അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വീണ്ടും അധികാരത്തിൽ വരാനുള്ള കുറുക്ക് വഴികളെക്കുറിച്ചൊക്കെ അണിയറയിൽ ചിന്ത തുടങ്ങിയിരിക്കുന്നു. കുറുക്ക് വഴികളാണ്, കമ്മ്യൂണിസ്റ്റ് വഴികളല്ല. അതെ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കമ്മ്യൂണിസവും ഇസ്ലാമിസവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് KEനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ കമ്മ്യൂണിസം നിലനിൽക്കണമെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെ കൂട്ടുപിടിച്ചാലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരത് സമ്മതിക്കൂ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും KR ഗൗരിയമ്മയെ പോലുള്ള വിപ്ലവാദർശമുള്ള വനിതകൾ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തിയിരുന്ന രീതികൾ ഇപ്പോഴുള്ള CPMലെ വനിതകൾക്ക് സാധ്യമാകുന്നില്ല എന്ന് വേണം, അല്ലെങ്കിൽ അത്ര കണ്ട് അവരെ ജനം അംഗീകരിക്കുന്നില്ല. എത്രത്തോളം ഭരണത്തിൻ്റെയും അല്ലെങ്കിൽ പാർട്ടിയുടെയും സ്വാധീനമുണ്ടായിട്ട് പോലും PK ശ്യാമളയും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മറ്റുള്ള ഇടതുപക്ഷത്തിൻ്റെ ബിന്ദു എല്ലാം തോറ്റുപോയത് തീർച്ചയായും ജനങ്ങൾ പ്രതിഭാഹരിയെല്ലാം കൃത്യമായി ജനങ്ങൾ വിലയിരുത്തിയതിൻ്റെ പേരിൽ, വിധി എഴുതിയതിൻ്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ ആ രാഷ്ട്രീയം അരാഷ്ട്രീയമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇത് CPM മനസ്സിലാക്കി തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ KR ഗൗരിയമ്മയുടെ നിരയിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ സുശീല ഗോപാലിൻ്റെ എല്ലാം നിരയിലേക്കോ, എന്തിന് ശൈലജ ടീച്ചറിൻ്റെയോ PK ശ്രീമതിയുടെയോ എല്ലാം ആ സമുജ്വലമായ ഒരു വനിതാ ശ്രേണിയിലേക്ക് ഉയർത്തി വയ്ക്കാൻ CPMൽ നിന്ന് ഇനി വനിതകളെ നമ്മൾ ജ്യോതിഷപ്രകാരം കണ്ടെത്തേണ്ടി വരും എന്നൊക്കെയാണ് സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. എന്തായിരിക്കും ആ കാര്യത്തിൽ ഇനി ഭൂഷണമായിട്ടുള്ളത് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിച്ച് കണ്ടെത്തേണ്ടതാണ്.